ജീസുകാരനെ പിതൃശൂന്യൻ എന്ന് പറഞ്ഞാളെ പുറത്താക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് പിണറായി ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾ പിന്നെ പാർട്ടി തുടരുമോ? അതാരാ പിതൃശൂന്യൻ എന്ന് പറഞ്ഞത്? നിതിൻ എന്ന് പറഞ്ഞ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അതല്ലേ അവനെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തത്. അതല്ലേ കൈകാര്യം ചെയ്തത്. അത് തെറ്റുപറ്റിപ്പോയി, പെശ പറ്റിപ്പോയി. ഇനി മേലെ ഞാൻ ആവർത്തിക്കില്ല. അങ്ങനെ പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ ഇട്ടുപോയതാണ്. എനിക്ക് അബദ്ധം പറ്റി. മേലിൽ ഞാൻ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ഇതുണ്ടോ? അതനുസരിച്ച് തിരുത്തിക്കുക. ഇപ്പോഴത്തെ മുതിർന്ന ഘടകത്തിലുണ്ടായിരുന്ന ഒരാളെ ആയിരുന്നെങ്കിൽ തുടരുവോ പാർട്ടിയിലെന്ന് ഞാൻ ചോദിക്കുന്നു. മുതിർന്ന പാർട്ടിക്കകത്ത് എല്ലാവരും ഒരുപോലെയല്ല. മുതിർന്നൊന്നും താഴെ നിന്നുള്ളതുണ്ട്. പാർട്ടി മെമ്പറായി കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ തന്നെ ഈ പാർട്ടിക്കകത്ത്. അത് പി ബി മെമ്പർ ആയാലും ശരി, താഴെ പാർട്ടി മെമ്പർ ആയാലും എല്ലാം ഒരേ റൈറ്റ് ഒരേ അവകാശങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. മനസ്സിലായില്ല? അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ല. അതിന് മുതിർന്ന ആളാണെങ്കിൽ ഇന്നെ, താഴെ ആണെങ്കിൽ ഇന്നെ, അങ്ങനെയാണോ? അതല്ലേ പാർട്ടിയിലെ ഏതൊരു സഖാവിനെതിരായിട്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആര് വന്നാലും അതനുസരിച്ച് ആരും നമ്മൾ കാണുന്നു. ഏതാനും മാസം മുമ്പ് പിതൃശൂന്യൻ എന്ന നിലയിൽ പോലും പറഞ്ഞ ആൾക്കാർ ഇതുവരെ പാർട്ടിയിൽ നടപടിയെടുത്തിട്ടില്ല. നിതിൻ എന്ന് പറഞ്ഞ അമ്പലപ്പുഴ അയാൾ ഒരു നടപടി ഞാൻ തന്നെ പോയത്. ഞാൻ തന്നെ പോയി അവിടെ കമ്മിറ്റി കൂടി അയാളുടെ വിശദീകരണം ചോദിച്ചു. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു എനിക്ക് ഇതുപോലെ പെശ പറ്റി. ഒരിക്കലും ഞാൻ എന്റെ പാർട്ടി മെമ്പറായിരുന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. അതുകൊണ്ട് ക്ഷമിക്കണം എന്ന രൂപത്തിൽ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പുറത്താക്കാൻ അയാൾ താക്കീത് ചെയ്തു. മേലിൽ ഇത് ആവർത്തിക്കണമെന്ന് താക്കീത് ചെയ്തു. സുധാരൻ പോലും അറിഞ്ഞിട്ടില്ല. അതിന് സ്വതന്ത്രം അറിയുന്നതിന് പാർട്ടി അറിഞ്ഞാൽ പോലെ വിളിച്ചത് അല്ല. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. അങ്ങനെ നടപടി നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ചോദിച്ചു. ഇപ്പോഴും പറഞ്ഞിട്ടുള്ള നമ്മൾ വിഷയം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് ചോദിച്ചില്ല. പക്ഷെ അത് ഇതിങ്ങനെ സുധാകരൻ സാഹിബിന്റെ ഈ പ്രതികരണം വന്നില്ലെങ്കിൽ ഇതൊന്നും വരികയല്ല. വന്നതുകൊണ്ടാണ് അവരും പറയുന്നതാ. സുധാകരൻ സാഹിബ് ഇങ്ങനെ പ്രതികരിച്ചപ്പം ഞങ്ങളിങ്ങനെ പ്രതികരിച്ചാണ്. സുധാകരൻ സാഹിബ് ഞങ്ങൾക്ക് ആകാൻ പാടില്ലേ? ഇതാണ് അവരുടെ ചോദ്യം. അങ്ങനെ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു.